വാർത്തകൾ വിശദമായി നോക്കാം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ശബരിമലയിലെ സോപാനത്തിന് സമീപം ചെരിപ്പിട്ട് പോലീസിന്റെ ആചാര ലംഘനം. ശബരിമല തിരുമുറ്റത്ത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ചെരുപ്പിട്ട് കയറിയത്. സോപാനത്തോട് ചേർന്ന ഭാഗത്ത് യൂണിഫോമിൽ ഉദ്യോഗസ്ഥൻ ചെരിപ്പിട്ട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, സന്നിധാനത്ത് ചെരുപ്പിട്ട് കയറരുത് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അങ്ങനെയിരിക്കെ ഏത് ഉദ്യോഗസ്ഥനാണ്, ഏത് പോലീസുകാരനാണ് ഈ ആചാരം ലംഘനത്തിന് മുതിർന്നത്? ശബരിമല തിരുമുറ്റത്ത് ചെരുപ്പിട്ട് കയറാനുള്ള ധൈര്യം എങ്ങനെയുണ്ടായി? ഇത് ദേവസ്വം ബോർഡ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടോ? വിശദാംശങ്ങൾ മിഥുൻ. അനിൽ നമ്പ്യാർ, ഇന്ന് രാത്രി 8:45 ഈ സംഭവം നടക്കുന്നത്. തിരുമുറ്റത്ത് സോപാനത്തോട് ചേർന്ന ഭാഗത്താണ് യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഈ ശബരിമല പവിത്രമായ ആ തിരുമുറ്റത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉള്ളത്. 8:45 സമയം. വടക്കേ നടവഴി ഈ ചെരുപ്പ് ധരിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ തിരുമുറ്റത്തേക്ക് എത്തുന്നു. അവിടെ അല്പസമയം നിലയുറപ്പിക്കുന്നു. അതിനുശേഷം തിരികെ മടങ്ങിപ്പോകുന്നു. ആ ദൃശ്യങ്ങളാണ് ജനം TV ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള പോലീസുകാരുടെ ഈ ആചാര മര്യാദകൾ പാലിക്കാതെയുള്ള ആചാര ലംഘനങ്ങൾ നടത്തുന്നതിനെതിരെ നിരവധി തവണ ഭക്തജനങ്ങളും ഭക്തജന സംഘടനകളും എല്ലാം പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. ഈ പോലീസുകാർക്ക് കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള സമീപനം ഉണ്ടാകണം എന്നുള്ള കാര്യവും നേരത്തെയും നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ നേരത്തെയും ഭക്തജന സംഘടനകളും ഹൈന്ദവ സംഘടനകളെല്ലാം നിരവധി തവണ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ മര്യാദകൾ, ആചാര മര്യാദകളൊന്നും പാലിക്കാതെ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ ശബരിമല സന്നിധാനത്ത് വിവിധ ഇടങ്ങളിൽ നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ഇന്നത്തെ ഈ സംഭവവും. വടക്കേ നടവഴി കയറിയെത്തുന്ന ഉദ്യോഗസ്ഥൻ ചെരുപ്പ് ധരിച്ചുകൊണ്ട് തിരുമുറ്റത്തേക്ക്, അതും സോപാനത്തിന് തൊട്ട് ചേർന്നുള്ള ഭാഗമാണ്, ഏറ്റവും പവിത്രമായി കരുതുന്ന ഭാഗമാണ്. അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന ആ സോപാനത്തിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നു. അവിടെ അല്പസമയം നിലയുറപ്പിക്കുന്നു. അതിനുശേഷം ആ തിരുമുറ്റത്ത് കൂടി വീണ്ടും തിരികെ മടങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ജനം TV ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ ആണ് ഇത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കാരണം ഇന്ന് 8:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങൾ ഈ സംഭവം നടന്ന തൊട്ട് പിന്നാലെ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതിന് ദൃക്സാക്ഷിയായവരുടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ കാര്യമായ ഒരു ആചാരലംഘനം തന്നെ നടന്നിരിക്കുന്നു. പവിത്രമായ, പുണ്യമായിട്ടുള്ള, ഏറ്റവും പരമപവിത്രമായി കരുതുന്ന ശബരിമല സന്നിധാനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഭാഗത്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള, ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും. കേരള പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ തന്നെയാണോ അതോ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് വന്നതാണോ? ശബരിമലയിലെ ആചാരങ്ങൾ, ചിട്ടകൾ അതറിയാത്ത ആരെങ്കിലുമാണോ? എന്താണ് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം തന്നോ? അനിൽ നമ്പ്യാർ, ഈ വിഷയം ഇത്രയും ഗൗരവകരമായതുകൊണ്ട് തന്നെ, ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ ഈ വാർത്ത ലഭിച്ചു. അത് ഇന്ന് നടന്ന സംഭവമാണെന്ന് നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം ഈ വാർത്ത പുറത്തുവിടുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു അവരുടെ മറുപടിയോ പ്രതികരണമൊന്നും ലഭ്യമായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നടന്ന സംഭവമാണെന്ന് ഉറപ്പുവരുത്തുന്നു. ഇന്ന് 8:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൻ്റെ ദൃക്സാക്ഷികളുണ്ട്. ഈ ദൃക്സാക്ഷികൾ തന്നെയാണ് ഫ്ലൈ ഓവറിൽ നിന്നും ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സമയമടക്കമുള്ള കാര്യങ്ങൾ അവർ നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നടന്ന സംഭവമാണെന്ന് ഉറപ്പുവരുത്തുന്നു. മറ്റ് കാര്യങ്ങൾ, വിശദാംശങ്ങൾ എല്ലാം ലഭ്യമാകേണ്ടതുണ്ട്. ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും, ഏത് ഭാഗത്തു നിന്ന്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം പ്രധാനമായിട്ടുള്ള കാര്യം, വിഷയത്തിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് നടന്ന സംഭവമാണെന്ന് ഉറപ്പാക്കി, ഇന്ന് വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 8:45 കൂടി നടന്ന സംഭവമാണെന്ന് ഉറപ്പാക്കി ഉടനെ തന്നെ നമ്മൾ ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ഇനി ദേവസ്വം ബോർഡിൻ്റെ ഈ കാര്യത്തിലുള്ള പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ, ഈ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നത്, പോലീസ് വകുപ്പിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, ഇതടക്കം ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും നേരത്തെയും ഈ 18-ാം പടിയിൽ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് സെൽഫി എടുക്കൽ, മറ്റ് ആചാര ലംഘനങ്ങൾ ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ. മിഥുനിലേക്ക് ഞാൻ വരാം. ശശികല ടീച്ചർ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ടീച്ചർ,